കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്തുള്ള ജാനകിക്കാട് മരുതോങ്കരയിലെ 2000 വർഷം പഴക്കമുള്ള തൃക്കേപ്പറമ്പ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് പ്രിയ പ്രേക്ഷകരുമായി ഞങ്ങളിന്ന് പങ്കുവയ്ക്കുന്നത്. ചരിത്രവിശ്വാസങ്ങൾ വേരോടിയ തൃക്കേപ്പറമ്പ് മഹാവിഷ്ണു ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ശേഷം ആദ്യമായി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് 2024 ഡിസംബർ 4 മുതൽ 10 വരെ വേദിയാവുകയാണ്. ആനയിക്കാടിന്റെ പോലെ തന്നെ കാട് മുടിക്കിടന്ന ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ശ്രീകോവില്, 2 ശ്രീകോവില്. ആദ്യം നാട്ടിലെ ഒരു 11 കമ്മിറ്റി KKS പിള്ള പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാണ്. അതിനുശേഷം ഉള്ള കുറച്ച് ഒരു ഗണപതി നമുക്ക് നടത്തി. അപ്പോ അങ്ങനെ കണ്ട് നിന്ന് അതിനുശേഷം പിന്നെ രണ്ടാമത്തെ പേര് കമ്മിറ്റിയാണ് വേറെ ഉണ്ടാക്കി. കുഞ്ഞേഷയുടെ പ്രസിഡന്റായിട്ടും ഫൗണ്ടേഷൻ തന്നെ ആള് സെക്രട്ടറി ആയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. സമയത്ത് ഒരു സ്വർണ്ണ പ്രശ്നം തീരുമാനിച്ചു. 4 ഭാഗത്ത് നോക്കുമ്പോൾ വെള്ളമില്ല, കിണറിന്റെ മൂടി കിടക്കുന്ന സ്ഥലം. ഒരു കുളം പോലത്തെ ആദ്യം ഒരു കുളത്തിന്റെ ചാലിന് കുറച്ച് വെള്ളം കിട്ടി. അപ്പോൾ ആ കുളം കുറെ കുഴിച്ച് അവിടുന്ന് മണ്ണെടുത്ത് വായിന്ന് വെള്ളം കിട്ടിയതിന് ശേഷം സ്വർണ്ണപ്രശ്നത്തിന് വെള്ളം എടുത്തു. അപ്പോൾ അതിനുശേഷം ചേന്നമംഗലം നാരായണപ്പണിക്കരൻ തന്നെ പണ്ഡിതൻ പറയുന്നു. അപ്പോൾ അതിന് ശേഷം മാസത്തിൽ 20 ദിവസം പൂജ കഴിക്കാനും തീരുമാനിച്ചു. അങ്ങനെ ആദ്യം തന്നെ ഇവിടെ പൂജ കഴിച്ച ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു 4 മാടൽ ഓലയും കൊണ്ട് അന്നത്തെ പൂജ കഴിച്ച ഒരു പന്തലിട്ട്. അപ്പോൾ അതിമല തുടക്കം അന്നേരം പിന്നെ ഞങ്ങൾ ഒരു ഷെഡ് കെട്ടി മാസം പൂജ കഴിച്ച് അങ്ങനെ കുറെ കാലം നിന്ന് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ കിണറിന്റെ വെള്ളം പിന്നെ മണ്ണൊക്കെ എടുത്ത് ഇപ്പോൾ നന്നാക്കി കുറച്ചു കാലം പിന്നെ ഒരു 4 മീറ്റർ കെട്ടി അതിന് ശേഷം പിന്നെ അതിന് വെള്ളം എടുത്ത് പിന്നെ കുറെ കാലം കഴിഞ്ഞ് ബാലാലയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബാലാലയം പ്രതിഷ്ഠയൊക്കെ കഴിച്ച് അതിന് ശേഷം പിന്നെ നിർമ്മാണ കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ നിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പിന്നെ കുഞ്ഞേഷേട്ടനായി. അതിന് ശേഷം പിന്നെ കുറെ കാലവും അങ്ങനെയുള്ള വിനിയോഗം ചെയ്തു. പിന്നെ ശ്രീകോവിലിന്റെ പണിയൊക്കെ കഴിഞ്ഞു. നമസ്കാര മണ്ഡപം, ശ്രീകോവിൽ ഇതൊക്കെ പണി കഴിഞ്ഞു. പിന്നെ ചുറ്റമ്പലത്തിന്റെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത്തേല് ബാലൻ നമ്പ്യാറ് പ്രസിഡന്റായിട്ടും നിർമ്മാണ കമ്മിറ്റി. അപ്പോൾ അന്നേരത്തിൽ ഞാൻ പ്രസിഡന്റ്, പിന്നെ ആദ്യത്തെ ഞാനാണ് അന്നേരത്തിലെ പ്രസിഡന്റ്. പിന്നെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഗംഗാരം പക്ഷേ ഇങ്ങനെ മത്തബാബുവാണ് ഇതിന്റെ സെക്രട്ടറി. പിന്നെ കമ്മിറ്റി ഉണ്ടാക്കി. അതിന് ശേഷം പിന്നെ മാഷെ പ്രസിഡന്റ് ആയിട്ടും 11 കമ്മിറ്റിയാണ് ഇപ്പോഴും ഉണ്ട്. മാഷി പറഞ്ഞതിന്റെ ശേഷം പിന്നെ ചിത്തമ്പലത്തിന്റെ പണിയും ഇതൊക്കെ കഴിച്ച് എല്ലാവരും സഹകരിച്ച് എല്ലാവരും ഭക്തജനങ്ങളെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ തേറ്റാണ് ഇങ്ങനെ ഇതായി വന്നത്. 3000 കൊല്ലം 3000 വർഷം പഴക്കവും 400 വർഷം പൂജ മുടങ്ങിയിട്ട് പറഞ്ഞു. പിന്നെ വിഗ്രഹം കെട്ടിയ കിണറിന്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം. അതേപോലെ പഞ്ചലോകത്ത് പൊതിഞ്ഞിട്ട് ഉള്ള വിഗ്രഹം വെറും കരിങ്കല്ലിന്റെ വിഗ്രഹം. 2020 നമ്മളെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വികസനത്തിന്റെ ഒരു കുതിപ്പ് തന്നെയാണ് ഉണ്ടായത്. ഒരു കൊല്ലവും 19 മാസം കൊണ്ട് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ പണി അതിശയിപ്പിക്കുന്ന തരത്തിലാണ് വേഗം തന്നെ. നാടിന്റെ നാനാഭാഗത്തുനിന്നും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം, പ്രതീക്ഷിക്കാത്ത സഹായം ഈ ക്ഷേത്രത്തിന് ഭക്തജനങ്ങൾ നൽകി. അതിന്റെ ഫലമായി തുടർച്ചയായിട്ട് തന്നെ ഓടായിട്ടും ചാനലായിട്ടും കല്ലായിട്ടും ഒക്കെ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ അതോടുകൂടി തന്നെ ആ പണി പൂർത്തിയായതോടുകൂടി 2022 മാർച്ച് 30 28, 29, 30 തീയതിയിലാണ് പ്രതിഷ്ഠാ ദിനം തീരുമാനിച്ചത്. ആ പ്രതിഷ്ഠാ ദിനത്തിന് നമ്മൾ തീരുമാനിച്ച പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്തി. ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഒരുപാട് ഒരു പ്രദേശത്തിന്റെ എന്നല്ല, ഒരു നാടിന്റെ മുഴുവനും ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവമാക്കി മാറ്റാൻ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. 10,000-കണക്കിന് പഞ്ചലോകത്തിൽ പൊഴിഞ്ഞ വിഗ്രഹം അതൊക്കെ തന്നെ ഒരു ഭക്തന്റെ സംഭാവനയാണ്. എല്ലാ വിഗ്രഹങ്ങളും കാളികക്കുടായാലും പഞ്ചലോക വിഗ്രഹമായാലും അതുപോലെ തന്നെ മറ്റ് ദേവീ വിഗ്രഹമായാലും ഗണപതി വിഗ്രഹമായാലും അയ്യപ്പന്റെ വിഗ്രഹമായാലും ഒക്കെ തന്നെ ഭക്തജനങ്ങൾ സംഭാവന നൽകിയാണ്. അതുപോലെ തന്നെ കരിങ്കൽ കട്ടില, അതുപോലെ ഉള്ളിലെ കട്ടില, ഇതൊക്കെ തന്നെ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ നമുക്ക് ലഭിച്ചത്. ക്ഷേത്രം തന്ത്രി
ശരണല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ ദിനം ഭംഗിയായിട്ട് ക്ഷേത്രത്തിന്റെ 1-ാം പ്രതിഷ്ഠാ ദിനം 2022 കഴിഞ്ഞു. 2023 വീണ്ടും അതിലും ഗംഭീരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാത്ത ജനങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹോത്സവമായിട്ട് മാറ്റാൻ സാധിച്ചു. 2023, 2024 പ്രതിഷ്ഠാദിനം 28, 29, 30 തീയതിയിലാണ് വേണ്ടത്, മാർച്ച്. എങ്കിലും അതിന് മുൻപേ ഭഗവാന്റെ ഏറ്റവും ഒരു വഴിപാടെന്ന നിലയിൽ തന്നെയാണ് ഭാഗവത സപ്താഹ യജ്ഞം ഈ ക്ഷേത്രത്തിൽ ഡിസംബർ 4 മുതൽ 10 വരെ ഇന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലും ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ സംഘാടക സമിതി ഒക്കെ തന്നെ രംഗത്തുണ്ടെങ്കിലും തുടർച്ചയായിട്ടുള്ള പേമാരിയും അതുപോലെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും വന്നുവെട്ടെങ്കിലും അന്തരീക്ഷവും മനവും തെളിഞ്ഞ് നമുക്ക് ഈ മഹോത്സവം, ഈ പ്രതിഷ്ഠാദിന മഹോത്സവം, ഈ സപ്താഹയജ്ഞ മഹോത്സവം വളരെ ഭംഗിയാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതോടുകൂടി തന്നെ ഇതിന് മുൻപേ തന്നെ ഒരു ക്ഷേത്രത്തില് ഒരു പ്രവർത്തകന്റെ ആവശ്യം വന്ന് അപ്പോൾ ഒരു ഭക്തൻ ഒരു 25 ദിവസം മുമ്പാണ് നമുക്ക് ഈ സംഖ്യ പ്രവർത്തകക്കിണർ ഒഴിക്കാനുള്ള സംഖ്യ ഞാൻ തരാ എന്റെ കുടുംബം തരാ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് ആവശ്യപ്പെട്ട് ഉടനെ നമ്മളൊന്നും നോക്കിയില്ല. കാരണം പ്രതിഷ്ഠാദിന ഈ മഹോത്സവം അതായത് സപ്താഹയജ്ഞം ബാക്കിയുണ്ട്, സാധിക്കുമോ എന്നുള്ളത് ചോദിച്ച് കുറ്റിക്കാരനടക്കം നമ്മൾ കുറ്റിയിട്ട് കഴിഞ്ഞെങ്കിലും കുളിക്കുന്ന ആശങ്കയുണ്ടായിരുന്നു. ഈ ഡിസംബർ കഴിഞ്ഞിട്ട് പോയെന്ന് ഭഗവാൻ കടാക്ഷിച്ചു. ആ സമയങ്ങളിലൊക്കെ മഴ മാറി നല്ല ശുദ്ധമായ വെള്ളം, ഇന്ന് ഈ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ തന്നെ ആ കിണറ്റിൽ നിന്നാണ് എടുക്കുന്നുള്ള വലിയൊരു സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതേപോലെ തന്നെ ടോയ്ലറ്റിന്റെ കാര്യമായാലും അതൊക്കെ തന്നെ സമയബന്ധിതമായിട്ട് നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പൂർവാധികം എല്ലാ വികസനവും അടുത്ത കാലങ്ങളിൽ തന്നെ നമുക്ക് തെക്ക് ഭാഗത്തില്, പടിഞ്ഞാറ് ഭാഗത്ത്, വടക്ക് ഭാഗത്തിന്റെയും മതിലിന്റെ പണി ആരംഭിക്കേണ്ടതുണ്ട്. എന്തായാലും ക്ഷേത്രം തന്ത്രി ഇന്ന് ഈ പ്രധാനപ്പെട്ട ഈ ദിവസം ഒരു രാവിലെ പൂജയിൽ പങ്കെടുത്തന്നെ ഞങ്ങൾക്ക് തന്നെ വലിയൊരു സന്തോഷമാണ്. ഇതിന്റെ സംഘാടക സമിതിക്ക്, അതുപോലെ പരിപാലന കമ്മിറ്റിക്ക്, അതുപോലെ മറ്റു കമ്മിറ്റികൾക്കെല്ലാം തന്നെ വളരെ സന്തോഷം നൽകുന്ന, ആവേശം തരുന്ന ഒരു പരിപാടി കൂടിയായിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ നടത്തിയ ക്ഷേത്രം പൂജാരി HP വിഷ്ണു നമ്പൂതിരി രാവിലെ തന്നെ വയസ്സനാണെങ്കിലും ഇവിടെ എത്തി. ഇതൊക്കെ തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സപ്താഹയജ്ഞാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 5, 6, 7 വർഷമായിട്ടേ ഉള്ളൂ. സത്യത്തില് ആ അമ്പലത്തിന്റെ ഒരു വികസനത്തിന്റെ, അമ്പലത്തിന്റെ നിർമ്മാണത്തിലെ ഒരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെ എന്ന് പറയാം. കുറഞ്ഞ വർഷം കൊണ്ട്, നിങ്ങൾ 7 വർഷം മുമ്പിട്ട് ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണുന്നത് ഒരു മരച്ചുവട്ടില് വിഗ്രഹം നശിച്ചുപോയ അമ്പലത്തിന്റെ കുറച്ച് അവശിഷ്ടങ്ങളും അതിന് ഒരു മാസത്തില് ഒരു പൂജ ചെയ്യുന്ന ഒരു അവസ്ഥ മാത്രമായിരുന്നു ഒരു 5-8 വർഷം മുമ്പ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ആളുകൾക്ക്, സമീപ പ്രദേശത്തെ ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിച്ചപ്പോ ആണ് സത്യത്തില് ഇത്ര പെട്ടെന്ന് തന്നെ ഇത്ര മനോഹരമായ ഒരു അമ്പലം പണിയാൻ സാധിച്ചത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നു, അതിന്റെ ഫലം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്ര വളരെ വേഗത്തിൽ തന്നെ ഈ 4 ഇവിടെ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. അതിനു പുറമെ തുല്യ പ്രാധാന്യത്തോടു കൂടി ശാസ്താവ് മുമ്പിലുണ്ട്. അതേപോലെ തന്നെ ഉപദേവങ്ങളായി ഗണപതി, ഭഗവതി, പുറത്ത് നാഗവും ബ്രഹ്മരസസും. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തീർച്ചയായിട്ടും ഇവിടെയുള്ള മരുതോങ്കര മേഖലയിലെ ആളുകൾക്ക് ഭഗവാന്റെ കടാക്ഷം ലഭിക്കുന്നു ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ ഈ അമ്പലം ഈ പുരോഗതി പ്രാപിച്ചത്. ഇനിയും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, തിരുനെല്ലി ക്ഷേത്രം പോലെ മറ്റെല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ തീർത്ഥാടകർ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള കാര്യങ്ങളാണിപ്പോ നടന്നു വരുന്നത്. ചുറ്റുമതിലിന്റെ പണി, നേരത്തെ അതിന്റെ മുമ്പിലെ പടികള് ഒക്കെ ഒരു വളരെ പെട്ടെന്ന്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അമ്പലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ തൃക്കൈപ്പറമ്പ് മഹാവിഷ്ണു ക്ഷേത്രം മാറും എന്ന കാര്യത്തില് ഞങ്ങളുടെ കമ്മിറ്റിക്കാർക്ക് യാതൊരു സംശയവുമില്ല. ഞങ്ങള് സ്മരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും കാലം ഇവിടെ ഒന്നുമില്ലാത്ത കാലത്ത് വിളക്ക് തിരി വെക്കാൻ വേണ്ടി വന്ന
ഗോവിന്ദൻ നായർ ഇപ്പൊ ഒരു 2 മാസമായിട്ടുള്ളൂ അദ്ദേഹം നമ്മുടെ നാടിനോട് വിട വാങ്ങിയിട്ട്. അതുപോലെ ഈ സപ്താഹത്തിനടക്കം ക്ഷണിക്കാൻ വന്ന പർവത്ത് ബാലൻ നമ്പ്യാർ, അദ്ദേഹം ഇപ്പം പെട്ടെന്നാണ് ഞങ്ങളെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളിവിടെ ഇപ്പൊ ഉണ്ടായിരുന്ന പരിപാലന കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹം വിട വാങ്ങി. ഇതുപോലെ ഒരുപാട്, പിന്നെ മത്തത്ത് കാണാരേട്ടൻ, അതുപോലെ ഒരുപാട് ആളുകള് പഴയകാല പൈക്കാട്ടുന്ന കുഞ്ഞേട്ടൻ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു, ആദ്യത്തെ നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റാണ് അദ്ദേഹം. ഇവിടെ ശ്രീകോവിൽ വരെ അദ്ദേഹമാണ് എല്ലാ പണികൾക്കും മുമ്പിൽ നിന്ന്. അതുപോലെ കാവുണ്ടായ ഗോവിന്ദൻ നായർ, അവരൊക്കെ ആദ്യകാലത്തുള്ള ഒരുപാട് പേരാണ്. ഇതിന് ശേഷം പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഈ ക്ഷേത്രം പുരോഗതിയിലേക്ക് വരുമ്പോ ഇവരെയൊക്കെ സ്മരിക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അത്രയും കഠിനമായ പ്രയത്നം നടത്തിയ ആനങ്കോട്ട് കാണാരട്ടൻ, അതുപോലെ ഒരുപാട് പേര്, ലിജു കുമ്പേത്തറ, അങ്ങനെ ഒരുപാട് ആളുകള് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആളുകളുണ്ട്. ഈ ക്ഷേത്രത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ആളുകളാണ്. നടത്തുന്നത് ആലപ്പുഴ മുരളീധരന്റെ കാർമ്മികത്വത്തിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് ഈ ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും ജനകീയ പങ്കാളിത്തമുണ്ട്. പിന്നെ 1.5 വർഷം കൊണ്ട് ജനങ്ങളുടെ സഹായം കൊണ്ടാണ് ഈ അമ്പലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും ഇന്ന് നടക്കുന്ന പരിപാടി ഇത്രയും വിജയമായിട്ട് നടത്തിക്കാനും ജനങ്ങളുടെ പൂർണ്ണ സഹകരണം കൊണ്ട് മാത്രമാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം കലിയുഗത്തിൽ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് കലിയുഗത്തിൽ മനുഷ്യര് അത്യാവശ്യമായിട്ട് ഭാഗവതത്തിന്റെ സന്ദേശം തന്നെ പറയുന്നത് ഉത്സിത കഥകളുടെ പുറകെ പോകാതെ പരീക്ഷിത്ത് മഹാരാജാവിന് മോക്ഷം കിട്ടിയ കഥയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ആ കഥയാണ് നമ്മൾ ശ്രവിക്കേണ്ടത്. കലിയുഗത്തില് കലി ബാധിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും, അതായത് അതേ പ്രതിരോധിക്കാൻ നല്ലൊരു ഔഷധം തന്നെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. എല്ലാ സജ്ജനങ്ങളും ശ്രീമദ് ഭാഗവതം എവിടെയെല്ലാം, കേരളത്തിന്റെ ഭാഗത്തു നിന്നല്ല ലോകത്തിൽ എവിടെയെല്ലാം ഭാഗവതം നടക്കുന്നോ അവിടെയെല്ലാം ചെല്ലണമെന്ന് തന്നെയാണ് ആചാര്യനായി എൻ്റെ അഭിപ്രായം എന്നുകൂടി ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി അനുഗ്രഹിക്കട്ടെ. എങ്ങനെ കുഴപ്പമുണ്ടാകുന്നു? നമുക്ക് ആചാര്യന്മാരുടെ ബഹളമാണ്. ആചാര്യന്മാർ ഒരുപാടുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് ആചാര അനുഷ്ഠാനങ്ങൾ വിവിധ രീതിയിൽ വരുന്നു. ഒരു ഏകീകരണ സ്വഭാവം വരുന്നുണ്ടോ? വരുന്നില്ല. ആ വരാത്തതിന്റെ കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതാ കുഴപ്പം. എല്ലാവർക്കും നമ്മൾ വാരിക്കൂലി എന്ത് കൊടുക്കും? പട്ടങ്ങൾ കൊടുത്തേക്കുക. അവർ പട്ടങ്ങളൊന്ന് കൊടുത്തേക്കുക. എന്തൊക്കെ പട്ടങ്ങളാണെന്ന് കൊടുക്കുന്നത്? ആർക്കൊക്കെ? എനിക്കും കിട്ടിയിട്ടുണ്ട് പട്ടം. എന്തുവാ? എനിക്കും കിട്ടിയിട്ടുണ്ട് പട്ടം. എന്താ ഭാഗവതരത്നം പറഞ്ഞൊരു പട്ടം കണ്ടിരിക്കുന്നു നിങ്ങൾ? എൻ്റെ പേരിന്റെ ഇപ്പുറത്തും അതെനിക്ക് തന്ന് വേദവ്യാസ പുരാണ പാരായണ ആധ്യാത്മിക കലാ സാംസ്കാരിക സംഘടനയാണ് തന്നത്. ഇവർ തന്നത് ഞാനല്ല വാങ്ങിച്ചത്, എൻ്റെ ഗുരുനാഥനാണ് വാങ്ങിച്ചത്. എനിക്ക് വാങ്ങിക്കാൻ നേരെ വരാം. എനിക്ക് വേറെ സപ്താഹം ഉണ്ടായിരുന്നു. ഞാൻ ആ സപ്താഹത്തിന് പോയി അദ്ദേഹമാണ് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ സത്യത്തിൽ അതാണ് അദ്ദേഹത്തിനാണ് കിട്ടേണ്ടത്. എനിക്ക് കിട്ടേണ്ട ഓരോ പുരസ്കാരങ്ങളും എന്റെ ഗുരുനാഥന് കിട്ടിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന? നമ്മളിപ്പം IAS എടുത്തെങ്കിൽ പോലും നമ്മളെ ആദ്യം പഠിപ്പിച്ച ഗുരുവാണ്. ആ ഗുരുവിന്റെ മുമ്പിൽ വേണം ആ പട്ടം കൊണ്ട് സമർപ്പിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പട്ടം. ആ ഗുരുവിന്റെ അനുഗ്രഹമാണ് വേണ്ടത്. ആ ഗുരുവിന്റെ അനുഗ്രഹം ആവോളം സിദ്ധിച്ച ആളാണ് ഈ ആള്. ഏതാള്? നമ്മുടെ സൂതപൗരാണി. ഉഗ്രശ്രവസനെ കുറിച്ച് ഉള്ള ഏകദേശം ഒരു രൂപം കിട്ടിയോ? ആളെ കുറിച്ച് കിട്ടിയല്ലോ. അപ്പൊ ആ ആളെ കണ്ടു കഴിഞ്ഞാൽ ആരെഴുന്നേക്കും? സകലതും തന്റെ ഗുരുനാഥന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആള്. ആ വർത്തമാനത്തിൽ പോലും അദ്ദേഹത്തിന്റെ ആ എളിമത്വം, ആ ഗുരുവിനോടുള്ള ഭക്തി കാണിക്കുന്നുണ്ട്. ആ ഗുരുവിനോടുള്ള ഭക്തി കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ആര്? സൂത പൗരാണികർ ഓരോ സ്ഥലത്തും ഓരോ വർത്തമാന സ്ഥലത്തും പറയുന്നുണ്ട്. ഞാൻ അവിടെ കേട്ടതുപോലെ പറയാ, അല്ല ഞാൻ പറയാന്ന് പറയുന്നില്ല. അതിന്റെ പിതൃത്വം പുള്ളിക്കാരനല്ല. അറിയാ പറയുന്നതിന്റെ പിതൃത്വം പുള്ളിക്കല്ല. ആ പിതൃത്വം ആർക്കാ കൊടുക്കുന്നത്? ഗുരുവിന് കൊടുത്തേക്കുക. അതാണ് ഗു രു എന്ന് പറയുമ്പോ ഗു ഇരുട്ട്, രു അകറ്റുന്നവൻ. ഇരുട്ടകറ്റുന്നവനാണ് ആര്? ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ഗുരു ആരാക്കാം? അതാണ് നമ്മുടെ ഈ ഗുരുവിന്റെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത്. എന്താ? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ നമഃ ബഹുവചനമായത്.
അപ്പൊ അതാണ് IAS കിട്ടുവാണെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ട് കൊടുക്കേണ്ട ആൾക്ക് നമ്മളെ നിലത്തെടുത്ത് പഠിപ്പിച്ച ആളെ വേണം കൊടുക്കുക. അപ്പൊ പറയും അദ്ദേഹത്തെ ഇപ്പൊ അന്വേഷിച്ച് എവിടെ പോകാനോ ഇപ്പൊ തൽക്കാലത്തേക്ക് മേളിൽ പഠിപ്പിച്ച ക്ലാസ് കൊണ്ട് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുക. അതല്ല, നിലത്തെടുത്ത് താണ നിലത്ത് മാത്രമേ നീരോടകത്തുള്ളൂ. ഈ നമുക്ക് IAS എടുക്കാനോ അല്ലെ IPS എടുക്കാൻ, നമ്മൾ എഞ്ചിനീയറോ ഡോക്ടറാകണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മള് പ്രാപ്തരാക്കുന്നവരാ. നമുക്ക് ആദ്യം അക്ഷരം പറഞ്ഞു തന്നയാള് നമ്മൾ വിളിക്കുക ആശാട്ടി, ഇല്ലേ? ആ ആശാട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആകുന്നത്. അതുപോലുള്ള ആശാട്ടിമാർ ഉണ്ടാകുന്നത് കൊണ്ടാണ് സമൂഹത്തിന്റെ ഓരോ തട്ടിലും നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഗുരുവില്ലാതെ ഒരാൾക്കും ഒരു ശിഷ്യനും ഉയരാൻ കഴിയില്ല. ആ ഒരു തത്വം നമ്മളെ ആദ്യത്തെ ഇതിൽ തന്നെ ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുശിക്ഷ ബന്ധമാണ്. ഗുരുശിക്ഷ ബന്ധമാണ് വലുത്, ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആരായി മാറുമെന്ന അവർ പറയുന്നുണ്ട്. ആര് പറയുന്നു? പരമഭാഗവതന്മാരായി മാറുമെന്ന് പറയുന്നു. പരമഭാഗവതന്മാർ. എന്താ ഒരു പരമഭാഗവതന്മാർ എന്ന് പറയുന്നത്? ഭാഗവതന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ ഇവിടെ ജപിച്ചത് കേട്ടായിരുന്നോ? പ്രഹ്ലാദ നാരദ പരാശര പുണ്ഡരീക വ്യാസ അംബരീഷ സുഖ ചൗനക ഭീഷ്മദാഭ്യാം രുക്മാംഗദ അർജുന വസിഷ്ഠ വിഭീഷണാദിൻ പുണ്യനിമാൻ പരമഭാഗവതാൻ സ്മരാമി. ഇവരെല്ലാം ഭാഗവതന്മാരാ. അവരാരൊക്കെ? പരമഭാഗവതന്മാർ എന്നാ പറയുന്നത്. പരമഭാഗവതന്മാർ എന്ന് പറയുമ്പോൾ ഇത്രയും പേരുടെ പേര് പറഞ്ഞപ്പോ ഇവരാരും ഭാഗവതം വായിച്ചിട്ടില്ല. വിഭീഷണൻ ഭാഗവതം വായിച്ചിട്ടുണ്ടോ? അംബരീഷൻ ഭാഗവതം വായിച്ചിട്ടുണ്ടോ? പ്രഹ്ലാദൻ ഭാഗവതം വായിച്ചിട്ടുണ്ടോ? പ്രഹ്ലാദ നാരദ പരാശര പുണ്ഡരീക വ്യാസ അംബരീഷ സുഖ ശൗനക ഭീഷ്മദാഭ്യാം രുക്മാംഗദ അർജുന വസിഷ്ഠ വിഭീഷണാദിൻ പുണ്യനിമാൻ പരമഭാഗവതാൻ സ്മരാമി. അർജുനൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അർജുനൻ ഉപദേശം കൊടുത്തല്ലേ ഉള്ളൂ. അർജുനൻ ഉപദേശമല്ലേ കൊടുത്തുള്ളൂ. അപ്പൊ അർജുനനും എന്താണ്? ഭാഗവതം വായിച്ചിട്ടില്ല. വിഭീഷണൻ, ത്രേതായുഗത്തിലെ വിഭീഷണൻ അങ്ങനെ ഭാഗവതം വായിച്ചിട്ടുണ്ടോ? പക്ഷെ അതെല്ലാം ആരാണ്? പരമഭക്തന്മാരാണ്. ഏതാ? ഭക്തന്മാരുടെ കൂട്ടത്തില് അഗ്രഗണ്യന്മാരാണ്. ആ അഗ്രഗണ്യന്മാരായിട്ടുള്ള ഭക്തന്മാരെയാണ് ആര്? ഭാഗവതം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവരങ്ങനെ ആകുമെന്നാ പറയുന്നത്. അങ്ങനെ ഈ ഭക്തന്മാരെ തിരിച്ചു നമസ്കരിച്ചു ആര്? സൂത പൗരാണികർ. അതാണ് പൗരാണിക ശ്രേഷ്ഠന്മാരുടെ ഗുണമാണ്. ഇങ്ങോട്ടൊരു നമസ്കാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് കൊടുക്കും. അത് അപ്പൊ അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞ സമയത്ത് ഇതെല്ലാം അഗ്രഗണ്യനാണ്. അങ്ങ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഏതാ? വേദങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതിലെല്ലാം അഗ്രഗണ്യനാണ് അങ്ങ്. ഞങ്ങള് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം സമാരംഭിച്ചിരിക്കുകയാണ്. എത്ര വർഷം? അവർ 1000 കൊല്ലം ജീവിച്ചിരിക്കുന്നു. എന്താ മനസ്സിലാക്കേണ്ടത്? ഭാഗവതം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയില്ലേ? ആദ്യമായിട്ട് പഠിപ്പിക്കുകയില്ലയോ? നമ്മൾ ഒന്നാമത്തെ പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞമല്ല നടന്ന 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞത്തിന് തുടക്കം കുറിക്കുന്നു ബ്രഹ്മത്തെ അറിഞ്ഞവരെന്ന് ചോദിക്കുമ്പോൾ അവർ 1000 വർഷം ജീവിച്ചിരിക്കുന്നു. എന്റെ പൊന്നു മക്കളെ, ഇത് നമുക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഇതാ വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യുകയാണ് ബ്രഹ്മത്തെ അറിഞ്ഞവർ. ബ്രഹ്മത്തെ അറിഞ്ഞവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോകാൻ തയ്യാറായിട്ടിരിക്കുക അല്ലേ? എവിടോട്ടാ നമ്മൾ പോകാൻ വിഷ്ണുപാദത്തിലേക്ക് പോകാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരാണ്. 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞത്തിന്, ഒരു സത്രത്തിന് തുടക്കം. സത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്സംഗം എന്നർത്ഥം. എന്താണ്? സത്സംഗം എന്നർത്ഥം. അങ്ങനെ ഒരു സത്സംഗത്തിന് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്സംഗത്തിന് തുടക്കം കുറിച്ച ആ ശൗനകാദി മഹർഷിമാരുടെ പിൻഗാമികളാണ് ആര്? നമ്മൾ. അവര് ചെയ്തത് കൊണ്ടല്ലേ നമുക്കിത് ചെയ്യാനായിട്ടുള്ള ആർജവം ഉണ്ടായത്? അതോ നേരത്തെ എങ്ങാനും നമുക്കുണ്ടായിരുന്നത്? ഉണ്ടായിരുന്നു ഇല്ല. അപ്പൊ അവര് ആ ഒരു യജ്ഞം തുടങ്ങിയത് കൊണ്ടാണ് കേരളത്തിൽ നിന്നല്ല, ഈ ലോകത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളിലും യജ്ഞങ്ങള് ആരംഭിക്കാൻ കാരണക്കാരായവരാരാണ്? ശൗനകാദി മഹർഷിമാരാണ്.
ശൗനകാദി മഹർഷിമാരാണ്. യജമാനന്മാരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നാണ് ശൗനകാദി മഹർഷിമാരെ കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാ? യജ്ഞം നടത്തുന്നവരാരാ? യജമാനന്മാരാണ്. ആ യജമാനന്മാര് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം കൂടെ പഠിപ്പിക്കുന്നു നമ്മളെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ, ഓരോ സെന്റൻസുകൾ പറയുമ്പോഴും ഓരോ ആ വാക്കിന്റെ ആ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നമ്മൾ അനുവർത്തിച്ചു പോകേണ്ട കാര്യങ്ങള്, മെനു, ടൈം ടേബിൾ, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ടൈം ടേബിൾ, ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാം എന്നുള്ള ടൈം ടേബിൾ നമുക്ക് ഇതിനകത്ത് കിട്ടുമെന്നുള്ളതാണ്.